ഒന്നാമത്തെ സൊഫിൻ്റെ ശ്രേഷ്ഠത, ഒന്നാമത്തെ സൊഫിന് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലസ്സുഫിൽ അവ്വലി. ഒന്നാമത്തെ സൊഫിലുള്ളവർക്ക് വേണ്ടി അള്ളാഹു മലായിക്കത്തുകളും സ്വലാത്ത് ചൊല്ലുന്നു. അള്ളാഹു മലായിക്കത്തുകളുടെ അടുക്കൽ നമ്മളെക്കുറിച്ച് പറയും, മലായിക്കത്തുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും ഒന്നാമത്തെ സൊഫിലേക്ക് എത്തിയാൽ. അതുപോലെ റസൂലുള്ളാഹി പറഞ്ഞു, ലൗ യഅലമുന്നാസു മാ ഫിന്നിദാഇ വസ്സഫിൽ അവ്വലി സുമ്മ ലം യജിദു ഇല്ലാ അയ്യസ്തഹിമു അലൈഹി ലസ്തഹമു. ബാങ്കിലും ഒന്നാമത്തെ സൊഫിലും എന്താണ് പ്രതിഫലം എന്ന് ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ പിന്നീട് അതിലേക്ക് എത്തുവാൻ നറുക്കിട്ടല്ലാതെ അവർക്ക് സാധിക്കുമായിരുന്നില്ല എങ്കിൽ അതിനുവേണ്ടി അവർ നറുക്കിടുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രതിഫലം നമുക്കറിയാത്തത് കൊണ്ടാണ് നമ്മൾ അവിടേക്ക് എത്താൻ ധൃതി കൂട്ടാത്തത്. അറിഞ്ഞിരുന്നെങ്കിൽ അവർ നറുക്കിട്ടെങ്കിലും അവിടേക്ക് എത്തുമായിരുന്നു. റസൂൽ പറഞ്ഞാൽ എത്ര പ്രതിഫലം ഉണ്ടാവും. അതുപോലെ ഒന്നാമത്തെ സൊഫിലുള്ളവർക്ക് വേണ്ടി റസൂലുള്ളാഹി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസ്തഗ്ഫിറു ലിസ്സഫിൽ മുഖദ്ദമി സലാസൻ. ഒന്നാമത്തെ സൊഫിലുള്ളവർക്ക് വേണ്ടി 3 തവണ റസൂലുള്ളാഹി ഇസ്തിഗ്ഫാർ നടത്തി. വലിസാനി മറത്തൻ, രണ്ടാമത്തെ സൊഫിലുള്ളവർക്ക് വേണ്ടി 1 തവണയും. അതിന് പുറകിലുള്ളവർക്ക് വേണ്ടി റസൂലുള്ളാഹി ഇസ്തിഗ്ഫാർ നടത്തിയിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ സൊഫിലേക്ക് എത്തുക എന്നുള്ളത് റസൂലുള്ളാഹിയുടെ ഇസ്തിഗ്ഫാർ ലഭിക്കാനും ഒരുപാട് ഫളായിലുകൾ കരസ്ഥമാക്കുവാൻ നമുക്ക് പറ്റുന്ന ഒന്നാണ്. അതുകൊണ്ട് ഒന്നാമത്തെ സൊഫിലേക്ക് എത്തുവാൻ നമ്മൾ ധൃതി കൂട്ടുക.